അദ്ദേഹം പറഞ്ഞ അതേ നാണയത്തിൽ തന്നെ സംസാരിച്ച് ജയിക്കാനെന്നുള്ള പുറപ്പാടിലല്ലല്ലോ. നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ, ജയൻ എന്നൊക്കെ പറയുന്നത് ജയൻ ചേട്ടൻ, നസീർ അമ്മാവനെന്നൊന്നും ഇതുവരെ പറഞ്ഞ് ശീലിച്ചിട്ടില്ലല്ലോ. എല്ലാവരുടെയും കൂടെ ചേട്ടനെന്നോ അളിയാന്നോ അമ്മാവെന്നോ ശ്രീ എന്നൊന്നും ചേർക്കണ്ട. 5-6 പ്രാവശ്യം ശ്രീ ചേർത്തിട്ടും ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അവരെ കുറ്റം പറയുന്ന ശീലമൊന്നും എനിക്കില്ല. ഞാൻ അവരെയൊക്കെ വളരെ തികഞ്ഞ സ്നേഹത്തോടെ ആദരവോടെയാണ് കാണുന്നത്. എന്നേക്കാൾ വളരെ പ്രഗത്ഭരായ മഹാന്മാരായ ഒരുപാട് ഗാനരചയിതാക്കൾക്ക് സ്റ്റേറ്റ് അവാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഭാഗ്യമോ അല്ലെങ്കിൽ അതൊരു 4 പേർ തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞാൻ പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. അവാർഡുകളുടെ വില കുറച്ച് കാണുകയല്ല, അതിനേക്കാൾ വലുത് അവസരവും ആ അവസരം ഉപയോഗിച്ചിട്ട് അത് ജനങ്ങളിലേക്ക് എത്തി എന്ന ഭാഗ്യമാണ്. ചേട്ടാ, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമ്മളൊരു ഗ്യാപ്പിന് ശേഷം ആണ് വീണ്ടും സംസാരിക്കുന്നത്. ചോദിച്ചു തുടങ്ങാനാണെങ്കിൽ ഇപ്പോൾ ഒരു 35 വർഷം ഒരു 4000-ഓളം പാട്ടുകൾ എഴുതുന്നത് ഹാപ്പിയാണോ? ഞാൻ ചോദിക്കുന്ന ഹാപ്പി ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. അർഹതപ്പെട്ട അല്ലെങ്കിൽ അർഹതയുള്ള അംഗീകാരമൊക്കെ കിട്ടി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാം കൂടി കൂട്ടിക്കിഴിച്ച് നോക്കുമ്പം രാജീവ് ആലങ്കൽ എന്ന് പറയുന്നൊരു ഗാനരചയിതാവ് എന്ത് തോന്നുന്നു ശരിക്കും? ജീവിതത്തിൽ അംഗീകാരങ്ങൾ, നമ്മൾ പറയുന്ന ഈ പുരസ്കാരങ്ങൾ, അവാർഡുകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന സംഗതികളേക്കാൾ ഏറ്റവും വലുത് അവസരങ്ങളാണ് ഏറ്റവും വലിയ അവാർഡുകൾ. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ വലിയ ഭാഗ്യവാനാണ്. ഒരു 17 വയസ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നീടുള്ള ആ കാലഘട്ടത്തിൽ എനിക്കൊരു സ്വപ്നം ഉള്ളിലുണ്ടായി, പാട്ടെഴുതണം. അത് 17 വയസ്സിൽ ഞാൻ ഒരു അമേച്ചർ നാടകത്തിൽ പാട്ടെഴുതി. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രൊഫഷണൽ നാടക ഗാനരചയിതാവായി. പിന്നീട് എൻ്റെ കൈ പിടിച്ച് കാലം നടത്തി എന്ന് മാത്രമേ അവകാശപ്പെടാനുള്ളൂ. കാര്യം വളരെ മഹാന്മാരായ ഒരുപാട് പേർ നിറഞ്ഞു നിന്ന ആ കാലത്തൊന്ന് അടയാളപ്പെടാൻ തന്നെ ഭാഗ്യം എന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപക്ഷെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു പുഷ്കല കാലം 90കളുടെ ആദ്യം. അപ്പോൾ ആ കാലത്ത് കൊല്ലത്ത് അൻസാർ ലോഡ്ജിൽ ഞാൻ കണ്ടവരൊക്കെ എനിക്ക് അവസരം നൽകി എന്നുള്ളതൊരു ചെറിയ കാര്യമായിട്ട് തോന്നുന്നേ ഇല്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 32 വർഷം പ്രൊഫഷണൽ നാടകത്തിനുണ്ട്. അമച്ചർ നാടകത്തിലെ ആ പാട്ടെഴുതിയ ചരിത്രം കൂടെ കൂട്ടിയാൽ 35 വർഷം. ഏകദേശം ഒരു 52 വയസ്സുകാരന് 35 വർഷത്തെ എഴുത്ത് ജീവിതം. അതിന് എന്തിനാണ് നിരാശപ്പെടുന്നത്? കാര്യം അവസരങ്ങളുടെ വല്ലാത്ത കാരുണ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾക്കൊന്ന് കാണാൻ ആഗ്രഹിച്ചവർ അടുത്തിരുത്തിയിട്ടുണ്ട്. പരിചയമില്ലാത്ത ഒരുപാട് പേർ സ്നേഹിതരായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയ കാര്യമായിട്ടാണ് കരുതുന്നത്. ഈ നാടകത്തിനൊരു സംഭവം എടുക്കുമ്പോഴാണ് നാടക ഗാനങ്ങൾ ആൾക്കാരുടെ മനസ്സിലേക്ക് പതിഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് പോയി. നാടകത്തിന് തന്നെ ഇച്ചിരി അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അമ്പലപ്പറമ്പിൽ എത്ര പേര് പോയി നാടകം കാണുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു വേദികളിൽ എത്ര അടുത്ത് നാടകം കളിക്കുന്നുണ്ട് എന്നുള്ളൊക്കെ ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടക ഗാനങ്ങളുടെ ഒരു സാന്നിധ്യവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതെങ്ങനെ തോന്നുന്നു ചേട്ടൻ? ഇപ്പോൾ നാടക ഗാനങ്ങൾക്കുള്ളൊരു സ്പേസ് ഇപ്പോൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, സിനിമയേക്കാൾ നാടകത്തിന് ഗാനങ്ങൾക്ക് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഉണ്ട്. ഞാൻ ഈ വർഷം 10 പ്രൊഫഷണൽ നാടകത്തിൽ പാട്ടെഴുതി. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ 10 പ്രൊഫഷണൽ നാടകങ്ങൾ. കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ എന്ന നാടകം, അതുപോലെ തന്നെ വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ, അതുപോലെ ആറ്റിങ്ങൽ ശ്രീധന്യയുടെ ആനന്ദ ഭൈരവി, കടയ്ക്കാവൂർ SS നടനസഭയുടെ വിക്ടറി ആർട്സ് ക്ലബ്ബ്. ഇതൊക്കെ വലിയ വലിയ നല്ല സമിതികളാണ്. അപ്പോൾ കേരളത്തിൽ നിറഞ്ഞോടുന്ന ഒത്തിരി നല്ല പ്രൊഫഷണൽ നാടക സമിതികൾക്ക് പാട്ടെഴുതാനുള്ള ഭാഗ്യം ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാൻ ചോദിക്കുന്നതാണ്, എൻ്റെ ചോദ്യം, നാടക ഗാനങ്ങൾ പണ്ട് ഹിറ്റായിട്ടാണ്, നാടകഗാനങ്ങളുടെ മനസ്സിലുള്ള നാടക ഗാനങ്ങളുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്? അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ പഴയ നാടക ഗാനങ്ങൾ ഹിറ്റാണെന്ന് പറയുന്നത് HMV ഇറക്കിയ ഈ ഡിസ്കിലുള്ള പാട്ട് കുറിച്ചാണ് നമ്മൾ പറയുന്നത്. KPSCയുടെയും കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിൻ്റെയും കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയും ഒക്കെ പാട്ടുകൾ HMV ഡിസ്കായിട്ട് ഇറക്കി അത് ഹിറ്റായതാണ്. ആ പാട്ടുകളാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അല്ലാതെ പാട്ട് കേൾക്കണമെങ്കിൽ യൂട്യൂബ് മാത്രമേ ഇപ്പോൾ ശരണമുള്ളൂ. അല്ലെങ്കിൽ പണ്ട് ഞങ്ങളെപ്പോലുള്ളവർ നാടകഗാനങ്ങൾ കൊണ്ട് ആകാശവാണിക്ക് കൊടുത്തിട്ട് ആകാശവാണി കേൾപ്പിക്കുന്നു എന്നുള്ളതാണ്. 1 വർഷം കഴിയുമ്പോൾ നാടകം തീരുമല്ലോ.
പക്ഷെ നാടകത്തിന് ഒരുപാട് വലിയ സാധ്യതയുണ്ട്. 100 ദിവസം ഓടുന്ന സിനിമയിലെ പാട്ട് നമ്മൾ ആർക്കും അറിയില്ലല്ലോ. 100 കോടി ക്ലബ്ബിൽ കയറിയെന്ന് പറയുന്ന ഒരു സിനിമയിലെ പാട്ട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ 5 പാട്ടുണ്ട്, ഏതാണെന്ന് അറിയില്ലെന്ന് നമ്മൾ പറയും. പക്ഷെ നാടകത്തിലെ പാട്ട് നാടകപ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. നാടകത്തെ ആരാധിക്കുന്ന, നാടകത്തിൻ്റെ അഴകാഴങ്ങൾ തിരിച്ചറിയുന്ന, അരങ്ങിനെ പ്രണയിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ഇടയിൽ നാടകത്തിന് പ്രസക്തിയുണ്ട്, നാടക ഗാനങ്ങൾക്കും പ്രസക്തിയുണ്ട്. ഒരു ഗാനരചയിതാ എന്ന നിലയ്ക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ സിനിമാ ഗാനം എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ആത്മസംതൃപ്തി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണോ നാടകഗാനം എഴുതുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. ഈ വർഷം ഞാൻ ഏകദേശം ഒരു 6ഓളം സിനിമയിൽ പാട്ട് എഴുതിയ ഒരാളാണ്. ഏറ്റവും പ്രശസ്തമായ കുറേ ആൽബങ്ങൾക്ക് എം ജി ശ്രീകുമാറിൻ്റെ അയ്യപ്പൻ, അതുപോലെ തന്നെ കെ ചിത്ര ചേച്ചിയുടെ ഓണപ്പാട്ട്, സുജായ ചേച്ചിയുടെ ക്രിസ്മസ് പാട്ട്. അപ്പം എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ സജീവമായിട്ട് ഇടപെടുന്ന, അല്ലെങ്കിൽ അവസരങ്ങളുള്ള ഒരാളെന്ന രീതിയിൽ എനിക്ക് വളരെ ഭംഗിയായിട്ട് സധൈര്യം എൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷ്യത്തിൽ പറയാം. നാടക ഗാനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്, നാടകങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഈ നാടകരംഗത്തിലൂടെ വന്നൊരാളെന്ന രീതിയിൽ എനിക്ക് ഇച്ചിരി കൂടി ഒരു അനുഭൂതി നാടകമായിട്ടുണ്ട്. കാര്യം ഒരു 12 വർഷത്തോളം പ്രൊഫഷണൽ നാടകത്തിൽ പാട്ട് എഴുതി നിന്നതിന് ശേഷമാണ് പിന്നെ കാസറ്റ് രംഗത്തും തുടർന്ന് സിനിമയിലും ഒക്കെ എനിക്ക് അവസരം കിട്ടുന്നത്. അപ്പോൾ വളരെ പ്രതിഭാധനരായ നാടകകൃത്തുക്കൾ, സംവിധായകർ, നല്ല സമിതികൾ, ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഗതിവേഗങ്ങളെ, സമസ്ത വികാരങ്ങളെ അടയാളപ്പെടുത്താനുള്ള ഗാന സന്ദർഭങ്ങൾ, ഇതൊക്കെ നാടകത്തിലുണ്ട്. അതാണ് ഞാൻ ചോദിച്ചു വരുന്നത്. അതായത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത്, എങ്ങനെയാണ് അത് ഫീൽ ചെയ്യണമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിനിമയിൽ കൂടുതലും മ്യൂസിക് ചെയ്തതിന് ശേഷം, ട്യൂൺ ചെയ്തതിന് ശേഷം മിക്കവാറും പാട്ട് എഴുതുന്ന ഒരു രീതി ഉണ്ടല്ലോ. നാടകം അങ്ങനെയാണ്. അത് ഏതർത്ഥത്തിലാണ് രണ്ടും തമ്മിലൊരു കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു എന്നുള്ളതാണ്. ഈ സംഗീതത്തിനൊപ്പിച്ച് പാട്ട് എഴുതിയതുകൊണ്ട് പാട്ടിന് ഒരു അപജയം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ടെക്നിക്കൽ അത് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയും പ്രിയപ്പെട്ട കൈതപ്പുറം തിരുമേനിയും ബിച്ചു സാറും ഒക്കെ പാട്ട് എഴുതിയത് ഈ ട്യൂണിനൊപ്പിച്ചല്ലേ. അവരുടെ പാട്ടിനൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് അവർ പഠിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ നാടകത്തിൽ എം കെ അർജുനൻ മാഷ്, വൈപ്പിൻ സുരേന്ദ്രൻ, കുമരകൻ രായപ്പൻ, ഫ്രാൻസിസ് വലപ്പാട്, കലവൂർ ബാലൻ, ആലപ്പി വിവേകാനന്ദൻ, അങ്ങനെ ഒരുപാട് വലിയ മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഈ 10-32 വർഷം കഴിയുമ്പോൾ എനിക്ക് അതിൽ മാറ്റം ഉണ്ടാകുന്നത് അനിൽ മാള എന്ന് പറയുന്ന വളരെ സർഗധനായ ഒരു മ്യൂസിക് ഡയറക്ടർ കൂടി രംഗത്ത് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്, അദ്ദേഹം ആദ്യം ട്യൂണാണ് തരുന്നത്. ആ ട്യൂണിനൊപ്പിച്ചാണ് നാടകത്തിൽ പാട്ട് എഴുതുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, നാടകത്തിൻ്റെ പ്രേക്ഷകർ പഴയ കാലത്തുള്ള ആൾക്കാരല്ല, പുതിയ തലമുറയിലെ ആൾക്കാരല്ലേ നാടകം കാണുന്നത്. അപ്പോൾ അവരുടെ അഭിരുചിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ സംഗീതത്തിനും സന്ദർഭങ്ങൾക്കുമൊക്കെ മാറ്റം ഉണ്ടാവണം. അരങ്ങിൻ്റെ എല്ലാ തരത്തിലുള്ള സാധ്യതകളെ ഉപയോഗിക്കുമ്പോൾ തന്നെ കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അരങ്ങ് നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാടകം പ്രസക്തമാവുന്നത്. നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചു തുടങ്ങിയതാണ്. അതായത് ഒരു ഗ്രാഫുണ്ട്, ഇത്രയേറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്, മികച്ച നാടക ഗാനരചനയ്ക്ക് ഉള്ളത് ക്രിട്ടിക്സ് ഒരുപാട് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയിലെ ഗാനരചയിതാവിനുള്ള ഒരു പുരസ്കാരം വെറുതെ ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഒരു സ്പേസ് ഉണ്ടായിരുന്ന ഒരാൾ, ഒരിക്കലും അവസരത്തിന് വേണ്ടിയിട്ട് വലിയ ക്ഷാമമൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും പാട്ടുകൾ പിറക്കില്ലായിരുന്നു. അപ്പം ഒരു സംസ്ഥാന അവാർഡ് ഒരു മികച്ച ഗാനരചയിതാവിന് അതൊരല്പം അന്യമായി പോയി എന്ന് തോന്നുന്നുണ്ടോ? ഈ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം പാട്ടെഴുത്തിന് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് 30 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. അത് നാടകത്തിലാണ്. സിനിമയിൽ അത്തരം അവസരങ്ങൾ 2-3 പ്രാവശ്യം ലാസ്റ്റ് റൗണ്ടിൽ വന്നു. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ എന്ന പാട്ട് ചട്ടക്കാരിയിൽ ലാസ്റ്റ് റൗണ്ടിൽ ഉണ്ടായിരുന്നു. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം, ഭാര്യ 1 മക്കൾ 3, അർദ്ധനാരിയിലെ പാട്ട് അവസാന റൗണ്ട് വരെ വന്നതാണ്. അപ്പോൾ എന്നേക്കാൾ വളരെ പ്രഗത്ഭരായ മഹാന്മാരായ ഒരുപാട് ഗാനരചയിതാക്കൾക്ക് സ്റ്റേറ്റ് അവാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഭാഗ്യമോ അല്ലെങ്കിൽ അതൊരു 4 പേർ തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞാൻ പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിനേക്കാൾ വിലപ്പെട്ടതായുള്ള ഒരുപാട് വലിയ പുരസ്കാരങ്ങൾ എന്ന് നമ്മൾ വിലമതിക്കുന്ന കുറേ അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രിട്ടിക്സ് അവാർഡ് തന്നെ എനിക്ക് 3 പ്രാവശ്യം ലഭിച്ചു. സംഗീത നാടക അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചു. നാടകത്തിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് നല്ല സമയത്ത് കിട്ടി. അപ്പോൾ അവാർഡുകളുടെ വില കുറച്ച് കാണുകയല്ല, അതിനേക്കാൾ വലുത് അവസരവും, ആ അവസരം ഉപയോഗിച്ചിട്ട് അത് ജനങ്ങളിലേക്ക് എത്തി എന്ന ഭാഗ്യമാണ്.
അതാണ്. ഈ പുരസ്കാരങ്ങൾ ഇപ്പൊ ചില സൂചിപ്പിച്ചു പോയതാണ്, ഒരു 4 പേര് ഇരുന്നിട്ടുള്ള ഒരു വിധി അവരുടെ ഇഷ്ടങ്ങളെ ആണ്. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ സംഭവിക്കുന്നത്. ആ തീർച്ചയായിട്ടും 4 പേരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം ഏതാണ് ആ ഭൂരിപക്ഷം. തീർച്ചയായിട്ടും. ഇത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ് ഒരു മറ്റേ ആടുജീവിതം സിനിമയെക്കുറിച്ച് പറഞ്ഞു പോയതാണ്. അവാർഡ് ജൂറിയിൽ അവരുടെ തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആ സിനിമ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ പറയുന്ന അവാർഡ് ഒരു അതിനെങ്ങനെയാ കാണുന്നത് ശരിക്കും? ഈ അവാർഡ് മേടിച്ചെടുക്കാനും തന്നെ വളരെ ബോധപൂർവമായ ശ്രമം നടത്തുന്നവരും, അല്ലെങ്കിൽ തന്നെ അവാർഡിന് സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരവിടെ ഉണ്ടോ എന്ന് തിരക്കുന്നവരും ഒക്കെ ഉണ്ടാവാം. അവാർഡ് കരമായി നടന്നു കഴിഞ്ഞാൽ അവസരങ്ങളുടെ ആർദ്രതയെ നമുക്ക് അനുഭവിക്കാനാവില്ല. അതിന് വല്ലാത്തൊരു സുഖമുണ്ട്. അവസരങ്ങൾ അത് ഉപയോഗിക്കാൻ നേരത്ത് അത് കഴിഞ്ഞിട്ടുള്ളൊരു സംതൃപ്തിയുണ്ട്, ജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴുള്ള സംതൃപ്തിയുണ്ട്. അതാണ് ഏറ്റവും വലുത്. ഞാൻ ഈ 135 സിനിമയിൽ പാട്ടെഴുതിയ ഒരാളതിന് എനിക്ക് വളരെ നല്ല ഉറപ്പുണ്ട്, സിനിമയ്ക്ക് പുറത്ത് നമ്മൾ കേൾക്കാത്ത ചില പാട്ടുകൾക്ക് ജനകീയതയുണ്ട്. അതെന്ത് സന്തോഷമായിരിക്കും. 21 കോടി പേര് കണ്ട ഒരു 6ഓളം പാട്ടുകൾ കുട്ടിപ്പാട്ടുകളാണ്. 21 കോടി, 3.5 കോടി മലയാളിയേ ഉള്ളൂ. അപ്പോൾ ഈ പാട്ടുകൾ ഇപ്പോൾ കൊമ്പനാന കുട്ടപ്പ ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല, പക്ഷെ കുട്ടിക്ക് അറിയാം. അതുകൊണ്ടല്ലേ 21 കോടി കണ്ടത്. കുട്ടിയും കുട്ടിയുടെ അമ്മയും കൂടി സ്ഥിരം കാണുന്നതുകൊണ്ടല്ല 21 കോടി ആയത്. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ, ഇപ്പൊ പൂവൻ കോഴി, കൊക്കര കോഴി. ഇത് അപ്പോൾ നമ്മുടെ ലോകമല്ലാത്ത ഒരു പാട്ട് ലോകമുണ്ട്. ആ പാട്ട് ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പാട്ടായി മാറുകയും അവർ ഓടി വരികയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുരസ്കാരം. ഈ പുരസ്കാരത്തിന്റെ പുറകെ പോവാതെ ഇരിക്കുമ്പോഴും ഇപ്പൊ സൂചിപ്പിച്ച പോയ പോലെ അവസരങ്ങളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ 6 പട സിനിമകൾക്ക് വേണ്ടിയിട്ട് ഈ വർഷം എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറില്ലല്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ സിനിമയിൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെ അതിങ്ങനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക, അങ്ങനെയൊക്കെ വേണ്ടി വരാറുണ്ടോ? ഞാൻ സിനിമയിൽ അടയാളപ്പെട്ട് നിന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒന്നാമനാവുക എന്നതിനേക്കാൾ നന്നാമനായി നിൽക്കുക, മാഞ്ഞു പോകാതിരിക്കുക, ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. പിന്നെ പാട്ടെഴുത്തിൻ്റെ സമസ്ത മേഖലകളിലും അടയാളപ്പെടാൻ ഉള്ളൊരു ഭാഗ്യമുണ്ടല്ലോ. ബാലയിൽ പാട്ടെഴുതുന്ന ആ വർഷം തന്നെ ഏറ്റവും ഹിറ്റ് സിനിമയിലും, അപ്പോൾ തന്നെ നാടകത്തിലും, അപ്പോൾ തന്നെ അയ്യപ്പ ഭക്തിഗാനവും, അപ്പോൾ തന്നെ മലയാളത്തിൽ ഏറ്റവും താരമൂല്യമുള്ള ഗായികയെ കൊണ്ട് ഒരു ഓണപ്പാട്ട് പാടിക്കാനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത് അതൊരു ശ്രദ്ധയാണ്. ആ ശ്രദ്ധ ഞാൻ ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാട്ട് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കഥ, അതിൻ്റെ സന്ദർഭം, അതിനനുസരിച്ചായിരിക്കും ഉറപ്പായിട്ടും പാട്ട് എഴുതുന്ന. കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, അതിൻ്റെ തലങ്ങൾ എന്താണ്, അതിനനുസരിച്ചൊരു പാട്ട് എഴുതുന്നു. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പാട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കടന്നു വരിക. നമ്മുടെ ജീവിതം, നമ്മൾ കടന്നുപോയ വഴികൾ എവിടെയോ, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ച ഏതെങ്കിലും ഇൻസിഡൻറ്റ്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഏതെങ്കിലും പാട്ട്? തീർച്ചയായിട്ടും. ഏത് സിറ്റുവേഷനിലും ആദ്യം നമ്മിലേക്ക് എത്തുകയാണ്. പല സന്ദർഭങ്ങളുണ്ട്, അതൊന്നും നമ്മുടേതല്ല. പക്ഷെ നമ്മളിലേക്ക് എത്തിക്കഴിയുമ്പോഴേ നമുക്ക് വൈകാരികതയോടെ അതിനെ കൊണ്ടാടാൻ കഴിയും. നമ്മിലേക്ക് എത്തുക. ഇപ്പം ധ്യാനം എന്നൊരു വാക്കുണ്ട്, ധ്യാനം. ഒരാൾ മിഴിപൂട്ടിയിരുന്ന് അയാളുടെ ഇടം കണ്ടെത്തുന്നതിൻ്റെ പേരാണ് ധ്യാനം. അപ്പം മിഴിപൂട്ടിയിരുന്ന് എനിക്ക് കിട്ടിയ സിറ്റുവേഷനിൽ എൻ്റെ ഇടം എവിടെയെങ്കിലും ഉണ്ടോ, എൻ്റെ പ്രണയമാണോ ഇത്, എൻ്റെ വേവലാതിയാണോ, എൻ്റെ സങ്കടമാണോ എന്നൊക്കെ തോന്നുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഞാൻ എത്തിക്കഴിയുമ്പോഴേ എനിക്കത് കൊണ്ടാടാനാവും. മറ്റൊരാളുടെ പ്രണയമാണ് ഞാൻ എഴുതാൻ പോകുന്നതല്ലോ, പാട്ടങ്ങനെയാണല്ലോ. എന്നിട്ട് എൻ്റെ സ്പേസിൽ നിന്നുകൊണ്ട് ഞാൻ എഴുതാൻ ശ്രമിക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ സ്റ്റാൻഡേർഡ് കൂടി ഞാൻ നോക്കണം. അതുകൂടി നോക്കിയതിന് ശേഷം ഒരു എഴുത്തുണ്ട്. ഒരു പാട്ടെഴുത്തുകാരൻ്റെ ഒരു അവസ്ഥ അതാണ്. കവിത അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ മനോഗതി നമ്മളിലേക്ക് എത്തുകയും എന്നാൽ നമ്മളുടെ ആത്മീയമായ ഒരവസ്ഥ നഷ്ടപ്പെടാതെയും ചിരിക്കുന്ന ഒരു ബാലൻസിങ് പാട്ടെഴുത്തിലുണ്ടാവണം. ഈ പറഞ്ഞ പോലെ ഇതിൽ നിൽക്കുന്നു, ഇപ്പോൾ ഒരു വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പിന്തിരിഞ്ഞ് പോകാൻ തോന്നുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ എനിക്ക് എവിടെ നിൽക്കാൻ പറ്റുന്നൊരു സ്പേസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആരുടെയെങ്കിലും ഇടപെടലുകൾ, അത്തരം സന്ദർഭങ്ങളൊക്കെ? ഈ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ അനുഭവങ്ങൾ നേരിട്ട ഒരാൾക്ക് ഈ പാട്ടെഴുത്ത് രംഗത്ത് വന്നിട്ട് ആരുടെയെങ്കിലുമൊക്കെ പിണക്കമോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിരട്ടിക്കളയുമ്പോൾ തിരിഞ്ഞോടാനോ ഒന്നും തോന്നില്ല. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയോ ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ. എല്ലാവരും നമ്മളെ സ്വീകരിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കരുതല്ലോ. നമ്മളെ ചിലപ്പോൾ
സ്വാഭാവികമായിട്ടും അവരുടെ സ്വഭാവം കാരണം നമുക്ക് ചിലപ്പോൾ അവരെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവർക്ക് നമ്മളെ ബോധപൂർവം ഒന്ന് വെറുപ്പിച്ച് കളയാമെന്ന് ഓർത്ത് അവർ പെരുമാറുന്നതല്ലായിരിക്കാം. പക്ഷെ നമ്മുടെ ലക്ഷ്യം വേറെയല്ലേ. അപ്പോൾ പ്രൊഫഷണൽ നാടകത്തിൽ പാട്ടെഴുതുമ്പോഴും നമ്മുടെ നാട്ടുകാരൻ തന്നെ ആ ഒരു സംഗീത സംവിധായകൻ്റെ വല്ലാത്ത ഒരു അസഹിഷ്ണുത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ സമയത്ത് വേറെ ഏതെങ്കിലും ഫീൽഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ കാസറ്റ് രംഗത്തേക്ക് പതുക്കെ തിരിഞ്ഞ് ഞാൻ. അപ്പോൾ ആ സമയത്ത് അവിടെ സജീവമായി നിൽക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സിനിമയിലേക്കും. അപ്പോൾ ഒരാളുടെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മളെ സ്വീകരിക്കുന്നില്ല എന്ന് ഓർത്തിട്ട് നമ്മുടെ വഴി അടഞ്ഞു പോയി എന്നുള്ളൊരു വിചാരമാണ് നമ്മളെ തളർത്തിക്കളയുന്നത്. നമുക്കൊരു അനന്തമായ സാധ്യതയുണ്ട്. ആ സാധ്യത ഉപയോഗിക്കുക. ഇപ്പോൾ പറഞ്ഞു പോയ ഒരു 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 കലാകാരൻ്റെ, ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു അസഹിഷ്ണുത ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വേറൊരു സംഗീത സംവിധായകൻ്റെ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും എനിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചോദിക്കേണ്ടി വരുന്നുണ്ട്. ഒരു സംഗീത സംവിധായകൻ്റെ അസഹിഷ്ണുതയ്ക്ക് രാജീവ് ആലങ്കൽ പാത്രമായിട്ടുണ്ട്. കാരണം പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, എന്താണ് നമ്മുടെ പ്രസാദ്, ബി ആർ പ്രസാദ്, അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ പലപ്പോഴും എം ജയചന്ദ്രൻ അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് രാജീവ് ആലങ്കൽ എന്ന് പറയുന്നൊരു വ്യക്തി എവിടെയൊക്കെയോ സംസാരിച്ചതായിട്ട് പറഞ്ഞു. അത് വളരെ രൂക്ഷമായിട്ടാണ് എം ജയചന്ദ്രൻ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുള്ളത്. ഭയങ്കരമായിട്ടത് അങ്ങ് പറഞ്ഞത് ശരിയല്ല, നുണ പറഞ്ഞു എന്ന അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് അങ്ങനെ ഒരു ബി ആർ പ്രസാദിൻ്റെ അവസരം പറയാൻ വേണ്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ രാജീവ് ആലങ്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, കലാകാരൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ പലരുടെയും ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതിനുശേഷം എം ജയചന്ദ്രൻ എന്ന് പറയുന്നതിൻ്റെ സുഹൃത്തെന്ന് സംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പലരെ കുറിച്ചും ഓർമ്മകൾ അവിടെ പങ്കുവച്ചിട്ടുണ്ട്. ആരെയും ഓർക്കാതെയൊന്നും പോയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണോ എം ജെ? അത് അങ്ങനെ പറയാനുള്ള ഒരു അത് ഈ ഞാൻ പറഞ്ഞ കാര്യം ശ്രീ ബി ആർ പ്രസാദിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണ യോഗത്തിലാണ്. അദ്ദേഹം 2 വലിയ സിനിമകളിൽ പാട്ടെഴുതി. തുടർന്നുള്ള അവസരങ്ങൾ അദ്ദേഹവുമായി മാനസികമായി പൊരുത്തപ്പെടാനാവാത്ത ഒരാളുമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കൂടുതൽ ശോഭിക്കാൻ കൂടുതൽ വർക്കുകൾ അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതൊരു സത്യസന്ധമായ കാര്യമാണ്. എല്ലാവർക്കും ഇപ്പം ശ്രീകുമാരൻ തമ്പി സാറിന് ദേവരായ മാഷുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം വേറെ വഴികൾ കണ്ടെത്തി. അദ്ദേഹം വളരെ ധൈര്യശാലിയായ ഒരാളായതുകൊണ്ട് പുതിയ വഴികൾ കണ്ടെത്തി അദ്ദേഹം അടയാളപ്പെടുത്തി. പലർക്കും അത് സാധിക്കില്ല. അപ്പോൾ അത്തരമൊരു സാധിക്കാത്തൊരു അവസ്ഥയെക്കുറിച്ച് മാത്രമാണ് അതിൻ്റെ ടൈറ്റിലൊക്കെ ഈ യൂട്യൂബുകാർ തന്നെ എഴുതി വെച്ചിരുന്നതാണ്. അല്ലാതെ ഞാൻ പറഞ്ഞ ടൈറ്റിലൊന്നും അല്ലല്ലോ. കഷ്മലാണ്, ആ വാക്കൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായ കാര്യമാണ്. അതിന് 2.5 വർഷത്തിന് ശേഷം അതിന് പാത്രമായ ആൾ പ്രതികരിച്ചു. പക്ഷേ 2.5 വർഷത്തിന് ശേഷമുള്ള ആ പ്രതികരണത്തിന് ഞാൻ ഇനി പ്രതികരിക്കില്ല. ആ പ്രതികരണം കണ്ടിരുന്നു. ആ പ്രതികരണത്തിന് ഞാൻ അതിനൊരു മറുപടിയേ ഇല്ല. കാര്യം എൻ്റെ ബോധ്യം ഞാൻ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ അതിനു മേൽ അഭിപ്രായം പറഞ്ഞ് അദ്ദേഹത്തെ വേദനിപ്പിക്കുകയേയില്ല. കാര്യം എനിക്ക് വല്ലാത്ത സ്നേഹവും ഒരുപാട് ഓർമ്മകളുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇനി നോവിച്ചുകൊണ്ട് ഞാൻ ആനന്ദിക്കില്ല. വയലാർ ശരചന്ദ്രവർമ്മയുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 15ഓളം ഇങ്ങനെ എണ്ണിയാണ് പറഞ്ഞിരിക്കുന്നത്. 15ഓളം അവസരങ്ങളിൽ ഇത്ര കൃത്യമായിട്ടൊരു അങ്ങനെ അത് ഈ നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂവിൽ അവരുടെ ഭാഗത്തുണ്ടായ സംഭവമാണോ, അതല്ലെങ്കിൽ പറഞ്ഞത് തന്നെയാണോ? അങ്ങനെ 15ഓളം എപ്പോഴും സംഭവിക്കുന്നത് സംഗീത സംവിധായകന് ഇഷ്ടമുള്ളയാൾ ഈ പറയുന്ന സംഗീത സംവിധായകനോടൊപ്പം ഞാൻ വളരെ സ്നേഹത്തോടെ സഞ്ചരിച്ചതുകൊണ്ട് ഒരുപാട് സിനിമകളിൽ അദ്ദേഹവുമായി സഹകരിച്ച ഒരാളെന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ കാര്യവുമല്ല, മറ്റ് 2 പേരുടെ കാര്യമാണ്. അവരുമായി കൂടുതൽ സഹകരിച്ചിട്ടില്ല. അത് സംഗീത സംവിധായകൻ്റെ കൂടെ ഇഷ്ടമാണ്. ഞാൻ മനസ്സിലായി. അതായത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ആരൊക്കെ അഭിനയിക്കണമെന്ന് ചിലപ്പോൾ സ്വാധീനമുള്ള ഒരാൾ തീരുമാനിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലേ. ഒരു പ്രൊജക്റ്റ് നടക്കാൻ നേരത്ത് ആ പ്രൊജക്റ്റിന് കാരണക്കാരനായ ഒരാളുടെ തീരുമാനത്തിന് ഒരു ആധികാരികതയില്ലേ. ആ ആധികാരികതയിൽ ചിലപ്പോൾ കടന്നുകൂടാനാവാത്തവരുടെ നിർഭാഗ്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സംഗീത സംവിധായകന് ഇഷ്ടമുള്ള പിന്നെ ഗായകര്, ഗാനരചയിതാക്കളൊക്കെ ആയിരിക്കും അതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ദൗർഭാഗ്യവശാൽ ലഭിച്ച അവസരത്തിൽ കടന്നുകൂടാനാവാതെ പോയവർ
അതുകൊണ്ട് നഷ്ടമായത് അവസരങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചു എന്നല്ലാതെ എൻ്റെ അവസരങ്ങൾ ആരെങ്കിലും തട്ടിപ്പറിച്ചെന്നോ ഒന്നുമല്ല ഞാൻ സംസാരിച്ചത്, മറ്റൊരാളെ കുറിച്ചാണ് സംസാരിച്ചത്. 2-3 വാക്കുകൾ കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രഭാഷണത്തിൽ വേറെ കാര്യങ്ങളിലേക്ക് പോയി ജീവിതത്തിൻ്റെ. പക്ഷെ അതൊന്നും ആരും ചർച്ച ചെയ്തില്ല. അപ്പോൾ കൂടുതൽ അവസരങ്ങളിലേക്ക് എത്താൻ ആധികാരികതയുള്ള ഒരാൾക്ക് മറ്റൊരാളെ കൂടെ കൂട്ടാനുള്ള ആർദ്രത കൂടി ഉണ്ടാവണം. എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ കേട്ടോ. ആ ആർദ്രത ഇല്ലാതാവുമ്പോൾ അശക്തരായവർ പുറന്തള്ളപ്പെടും. അപ്പോൾ എനിക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു അഭിപ്രായം ഉണ്ട്, ഒരു ആധികാരിക തലം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ അശക്തരെ കൂടി പങ്കെടുപ്പിച്ചാൽ അവർക്ക് ചിലപ്പോൾ നിന്ന് വീഴ്ച പോകാം, അല്ലെങ്കിൽ അവർ പുറന്തള്ളപ്പെടും. അപ്പോൾ അത് പിന്നെ ഒരു സംവിധായകൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളെ ചിലപ്പോൾ നായകനാവും. സംഗീത സംവിധായകനാണ് ആ പാട്ടിനെ കൊണ്ടു നടക്കേണ്ടത്, അതിനെ പൂരിപ്പിക്കേണ്ടത്, അതിനെ ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അതൊരു സ്വേച്ഛാധിപത്യതൊന്നും പറയാനാവില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഹാർമണി ഉള്ള ആൾക്കാരുമായിട്ടല്ലേ അദ്ദേഹം സഹകരിക്കും. അങ്ങനെ സംഭവിക്കാതെ പോയത് കൊണ്ട് ചില മഹാരഥന്മാരുടെ ചില വരികൾ അടയാളപ്പെടാതെ പോയി എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പൊ ഇത്രയും ഒരു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഭയങ്കര രൂക്ഷമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാക്കുകൾ പോലും ഉപയോഗിച്ചത് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, എൻ്റെ ആവശ്യം. അങ്ങനെ രൂക്ഷമായിട്ടാണ് ചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു, എൻ്റെ അനിയനെ പോലെയാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്നും അതുപോലെ സംസാരിച്ചിട്ടുണ്ട്, പല വേദിയിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിക്കാമായിരുന്നില്ല, അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറഞ്ഞാലൊന്നും ഉദ്ദേശിച്ചല്ല, അങ്ങനെ ഒരു അത് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നൊരു ഇതില്ലേ ഒരു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഞാൻ കാണുന്നതിൻ്റെ തലേ ദിവസം, അതായത് മണിക്കൂറുകൾ മുമ്പ്, 6 മണിക്കൂർ മുമ്പ്, ഞങ്ങൾ രണ്ടുപേരും കൂടി രാമായണ പുരസ്കാരം തൃശ്ശൂരിൽ നിന്ന് സ്വീകരിച്ച് പിറ്റേ ദിവസം രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് ഇൻ്റർവ്യൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ കാണണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്, മനസ്സിലായില്ല. അപ്പോൾ ഈ ഇൻ്റർവ്യൂ തലേ ദിവസം അദ്ദേഹം കൊടുത്തിട്ടിരിക്കുകയാണ്. എന്നിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ വേദിയിൽ നിൽക്കുന്നത്. അതിൻ്റെയും വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അത് അല്പം കൂടി നേരത്തെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിരുന്നെങ്കിലും ഞാനത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടേ നിൽക്കും. എനിക്ക് അങ്ങനെ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് ആനന്ദിക്കാനുള്ള താല്പര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിന് വ്യക്തതയുണ്ട്. ആ വ്യക്തത ഒരിക്കലും ഒരാളെ അധിക്ഷേപിക്കലല്ല, അത് വളരെ വ്യക്തമാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കിയത് എന്താണ്? അതായത് ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് ഇത്തരമൊരു പ്രത്യേകിച്ച് കലാരംഗം, അത് ഗാനരചന ആയിക്കോട്ടെ, അത് മനുഷ്യരെങ്ങനെയൊക്കെയാണ് ഈ ബന്ധങ്ങളെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ കാണുന്നത്, അതിനൊക്കെ എത്ര വില കൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ ആരെയും ഇപ്പൊ നമ്മൾ പോലെ ഇരിക്കുന്ന ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് പറയാനുള്ള എൻ്റെ അമർഷം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടക്കേട് അതൃപ്തിയൊക്കെ വിളിച്ചു പറയാം എന്ന് പറയും, അങ്ങനെ വിളിച്ചു പറയുകയും ഒപ്പം നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ മനോഹരമായ വാക്കുകൾ കൊണ്ട് സംസാരിക്കുകയും അത് കഴിയുമ്പോൾ അല്ലാതെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു രീതി, ഇതിനെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സ്വന്തം ജീവിതാനുഭവത്തിൽ ഇങ്ങനെ ഉണ്ടായപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? അത് ഇന്ന് എന്ത് തോന്നി? ഈ ഒരാളുടെ മാനസികാവസ്ഥയും അയാൾ ശീലിച്ചതും ഒക്കെ ആയിരിക്കുമല്ലോ അയാളുടെ പ്രകടനം. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഇടപെടരുത്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു സ്നേഹചരിത്രമുണ്ട്, ഇത്രയും സിനിമകളിൽ സഹകരിച്ച ചരിത്രം. ഈ ലൈംലൈറ്റിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ഒറ്റപ്പെടലുണ്ട് എല്ലാ വ്യക്തിക്കും. അപ്പോൾ ഓടിച്ചെല്ലേണ്ടതാണ് ഞാനെന്നൊരു ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി എന്തൊക്കെ കിടന്ന് വെച്ചെടുത്താലും ഞാൻ ഒരു വാക്ക് കൊണ്ട് പോലും അതിൽ പ്രതികരിക്കില്ല എന്ന് എന്നോട് ഒരുപാട് ചാനൽസൊക്കെ അന്ന് വിളിച്ചതാണ്. ഇല്ലില്ല, ആ കാര്യത്തിലില്ല. ആര് വിളിച്ചു? ഒരുപാട് പേര്, സാധാരണ ഒരുപാട് മാധ്യമങ്ങൾ ഇതിനെ പ്രതികരിക്കാൻ വിളിക്കുമല്ലോ. പക്ഷെ ഞാൻ ഒരിക്കലും ഇനി പ്രതികരിക്കില്ല. എനിക്ക് വല്ലാത്ത സ്നേഹ ബഹുമാനം, ആദരവ്, ഒരുപാട് സ്നേഹ ഓർമ്മകൾ ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞ അതേ നാണയത്തിൽ തന്നെ സംസാരിച്ച് ജയിക്കാനെന്നുള്ള പുറപ്പാടിലല്ലല്ലോ. എനിക്ക് അദ്ദേഹത്തോട് എന്നും ആദരവും സ്നേഹവുമാണ്. ഒപ്പം ഞാനിപ്പോൾ ഇതിനെ എടുത്ത് ഇടുന്നതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ കേട്ടവരെങ്കിലും അത് ഇപ്പോൾ ചേട്ടൻ ഈ സംസാരിക്കുന്നതിലൂടെ ഒരു ക്ലാരിറ്റി വരട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ചോദിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഈ
ലഭിച്ച അവസരങ്ങൾ അദ്ദേഹവുമായി കൂടുതൽ സഹകരിക്കാൻ സാധ്യതയില്ലാതെ മറ്റൊരാളുമായി സഹകരിക്കുന്ന ഒരാളുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് സജീവമാകാൻ കഴിഞ്ഞില്ല. ഇത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ സജീവമാകാൻ കഴിയാത്തത് കൊണ്ട് അടയാളപ്പെടാൻ കൂടുതൽ അവസരങ്ങൾ കിട്ടാതെ പോയ ഒരാളെ കുറിച്ചാണ്. സമാനമായി ചരിത്രത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്, ശ്രീകുമാരൻ തമ്പി സാറാണ്. ദേവരാജൻ മാഷിൻ്റെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ തമ്പി സാർ ഒരുപാട് വേറെ സാധ്യതകൾ കണ്ടെത്തി. അർജുന മാഷുമായിട്ട് പാട്ടുണ്ടാക്കി, സലലിതായിട്ട് പാട്ടുണ്ടാക്കി, MS വിശ്വനാഥൻ സാറുമായിട്ട് പാട്ടുണ്ടാക്കി, ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ട് കൂടുതൽ പാട്ടുണ്ടാക്കി, കുറേ സിനിമകൾ എടുത്തു, നിർമ്മിച്ചു, അതിലൊക്കെ നല്ല പാട്ടുകൾ ഒരുക്കി. ഈ ധൈഷണികമായിട്ടുള്ള വല്ലാത്ത ധൈര്യമുണ്ടല്ലോ, ഈ ധൈര്യമൊന്നും പാവപ്പെട്ട എല്ലാ പാട്ടെഴുത്തുകാർക്കും ഉണ്ടാവില്ല. ചെന്ന് പെടുന്നത് ചിലപ്പോൾ നമ്മളുമായി ഹാർമണി ഇല്ലാത്ത ഒരാളുമായിട്ടാണെങ്കിൽ, അത് ആരുമായിക്കോട്ടെ, A or B ആരുമായിക്കോട്ടെ, പിന്നെ ഇവിടെ നിൽക്കാനാവില്ല അയാൾക്ക്. അത്രേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അല്ല അപ്പോൾ അത് പിന്നെ അതിന് ഓരോരുത്തരും അതേ രീതിയിൽ ഇങ്ങോട്ട് പ്രതികരിക്കും. പക്ഷെ ഞാൻ തിരിച്ച് അതേ ഭാഷയിൽ പ്രതികരിക്കാനോ ഒന്ന് തിരിച്ചു പറഞ്ഞൊന്ന് ജയിച്ച് കളയാമെന്നൊന്നും വിചാരിക്കുന്നില്ല. കാര്യം നമ്മളൊക്കെ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കും കുറേ കഴിഞ്ഞിട്ട്. കുറേ കഴിയുമ്പോൾ ആരും അറിയാതെ പോകുന്നൊരു കാലമുണ്ട്. നമ്മളെക്കാൾ വലിയ വലിയ പ്രഗത്ഭരൊക്കെ അപ്രസക്തരെന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരാളുടെ അഭിമുഖത്തിൻ്റെ സാധ്യത പോലും ഇല്ലാതെ ഇങ്ങനെ എവിടെയൊക്കെ ഇരിപ്പുണ്ട്. അവരെക്കാൾ വലുതൊന്നുമല്ല നമ്മളായി. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാധ്യതയിൽ നമുക്ക് ചെന്നിട്ട് അടുത്തിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ വാക്കുകൾ കൊണ്ട് ഇനി കളങ്കപ്പെടുത്താനുള്ള യാതൊരു സാധ്യതയും ഞാൻ ഉപയോഗിക്കില്ല. ഞാനിപ്പോൾ അറിയാതെ ബോധപൂർവമല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇപ്പോൾ സംസാരിക്കുമ്പോഴും രണ്ട് പ്രമുഖ വ്യക്തികളുടെ പേര് പറഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് ശ്രീകുമാരൻ തമ്പി സാറും ദേവരാജൻ മാഷും. ഈ രാജീവാനങ്കൽ എന്ന് പറഞ്ഞ വ്യക്തിക്കൊരു ധാർഷ്ട്യമുണ്ടെന്നോ അല്ലെങ്കിൽ ധിക്കാരമുണ്ടെന്നോ തോന്നുന്നില്ല ഈ പ്രത്യേകിച്ച് ഈ രണ്ട് പേര് പറഞ്ഞതിൽ. കാരണമുണ്ട്. ദേവരാജൻ മാഷ് എന്ന് തന്നെയാണ് പറഞ്ഞത്, ശ്രീകുമാരൻ തമ്പി സാർ എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് രാജീവ് ആലങ്കൽ ദേവരാജൻ എന്നും ശ്രീകുമാരൻ തമ്പി എന്നും സംബോധന ചെയ്ത് സംസാരിച്ചു. രാജീവ് ആലങ്കലിൻ്റെ മടിയിലിട്ട് എല്ലാവർക്കും പേരിട്ടത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരാളുടെ പേര് പറയുമ്പോഴേ നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ, ജയൻ എന്നൊക്കെ പറയുന്നത് ജയൻ ചേട്ടൻ, നസീർ അമ്മാവൻ എന്നൊന്നും ഇതുവരെ പറഞ്ഞ് ശീലിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആ പേര് പറയുമ്പോഴേ സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് എല്ലാ സ്നേഹാദരങ്ങളും ആ പേരിൽ കലർത്തി ധ്യാനത്തോടെ പറയാൻ അറിയാം. ശരാശരി മലയാളിയുടെ സാംസ്കാരിക ബോധമാണ്. അല്ലാതെ എല്ലാവരുടെയും കൂടെ ചേട്ടനെന്നോ അളിയാന്നോ അമ്മാവെന്നോ ശ്രീ എന്നൊന്നും ചേർക്കണ്ട. ശ്രീകുമാരൻ തമ്പി സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 100 ശ്രീ അതിനു മുമ്പ് എല്ലാ മലയാളികളുടെയും അല്ലേ ഹൃദയത്തിലുണ്ടാവും. നസീർ സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറൊന്നും ഉപയോഗിക്കണ്ട, പ്രേം നസീർ എന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്തൊക്കെയാണ് അതിന് മുമ്പിൽ ചേർക്കേണ്ടത് അതൊക്കെ ചേർത്ത് കഴിഞ്ഞിരിക്കും. അതീ പറയുന്ന പോലെ മമ്മൂട്ടി കൊച്ചുകുട്ടികളും 5 വയസ്സുള്ള കുട്ടി മമ്മൂട്ടി എന്ന് പറയും. അല്ല, നമ്മൾ 5 വയസ്സിലെ മമ്മൂട്ടി എന്ന് പറഞ്ഞു, മോഹൻലാൽ എന്നും പറഞ്ഞു. ഇവരൊക്കെ പിന്നെ മോഹൻലാൽ ചേട്ടാ എന്നും മമ്മൂട്ടി ഞങ്ങളെന്നും പറഞ്ഞല്ലല്ലോ നമ്മൾ ശീലിച്ചത്. പക്ഷെ എല്ലാ തരത്തിലുള്ള ആദരവും സ്നേഹവും ഒക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് ശ്രീ മുമ്പിൽ ചേർക്കാത്തതുകൊണ്ട് ഈ ശ്രീയൊക്കെ 5-6 പ്രാവശ്യം ശ്രീ ചേർത്തിട്ടും ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അവരെ കുറ്റം പറയുന്ന ശീലമൊന്നും എനിക്കില്ല. ഞാൻ അവരെയൊക്കെ വളരെ തികഞ്ഞ സ്നേഹത്തോടെ ആദരവോടെയാണ് കാണുന്നത്. എനിക്കെൻ്റെ സ്പേസ് നന്നായിട്ട് അറിയാം. വലിയ വലിയ ആൾക്കാർ ഇവിടെ നിറഞ്ഞാടിയ സ്പേസിലാണ് ഒരു ശലഭത്തിന് പറക്കാനുള്ള സാധ്യതയുണ്ടായത് എന്നൊരു നല്ല ബോധ്യം എനിക്കുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വലിയ ആളായിട്ട് ഹൃദയത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ബന്ധങ്ങൾക്ക് ഇപ്പോൾ സംസാരിച്ചപ്പം റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെയൊക്കെ ആയുസിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ബന്ധങ്ങൾക്കൊന്നും അങ്ങനെ ഒരു വലിയൊരു വാല്യൂ ഒന്നും കൊടുക്കാത്തൊരു മേഖലയാണ് ഇവിടെ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ താൽക്കാലികങ്ങളായി ഈ കാണിക്കുന്ന സ്നേഹം ഒരു പുറംചട്ട പോലെ ഒരു കാണിക്കുന്ന സ്നേഹം മാത്രമാണ്. അതിൻ്റെ പിന്നിൽ ആ വ്യക്തികളോ ഒന്നും, ഈ വ്യക്തി അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്, പൊതുവായ കാര്യമാണ് ചോദിക്കുന്നത്. ആ വ്യക്തികളൊന്നും അങ്ങനെയൊന്നുമല്ല. തിരിഞ്ഞ് നടന്നു പോകുമ്പം ആ സ്നേഹം അവിടെ കൊഴിഞ്ഞു വീഴുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ എന്ന് പൊതുവെ തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പൊതുവെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ? എനിക്ക് ജീവിതത്തിൽ പോലും ജീവിതമാണ് ഒരാളെ കരിപിടിപ്പിക്കുന്നത്. അതിനുശേഷമാണ് നമ്മളൊരു പ്രൊഫഷണൽ രംഗത്തേക്ക് വരുന്നത്. എനിക്കറിയാം നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ കരുതലോടെ കാത്തു സൂക്ഷിച്ചവർ, നമ്മളെ പരിഗണിച്ചവർ ഒക്കെ തീർച്ചയായിട്ടും വിളമ്പുകാർ മാത്രമാണ്, യജമാനന്മാരല്ല.
ആ ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. വിളമ്പുകാരാണ്, യജമാനന്മാരല്ല. യജമാനന്മാരാകുമ്പോഴാണ് അവരോട് നമുക്ക് ഭയഭക്തി ബഹുമാനം ഉണ്ടാവേണ്ടത്. ഭയഭക്തി ബഹുമാനത്തിൽ ഭയം മാറ്റേണ്ടത് എപ്പോഴാണെന്നറിയാമോ? അവർ യജമാനന്മാരല്ലെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്. അപ്പോൾ അവർ കാലം അനുവദിച്ചതുകൊണ്ട് നമ്മളെ ശ്രദ്ധിച്ചവരാണ്. ദൈവത്തിൻ്റെ ഒരു കാരുണ്യമുണ്ടല്ലോ, കാരുണ്യം കൊണ്ട് നമ്മൾ മുമ്പിൽ വന്ന് പെടുകയാണ്. പക്ഷെ നമുക്കൊന്ന് കാണാൻ കൊതിച്ചിട്ട് നടക്കാതെ പോയ ആൾക്കാർ നമ്മുടെ സഹപ്രവർത്തകരാകുന്നത് ഈ കാലത്തിൻ്റെ അനുവാദം എനിക്കും അവർക്കും ലഭിച്ചതുകൊണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഇനി വേറെ വലിയ ആൾക്കാരും ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്തവരും നമ്മുടെ സഹായത്തിനെത്തും, അവരുമായി യാത്ര തുടരും. ഇതാണ് ജീവിതം. ഇതിൽ ആഴമുള്ള അഴകുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഓർക്കുകയോ അതില്ലാതാവുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട കാര്യം സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിൽ പോലും ഉണ്ടാവരുത്. കാര്യം എല്ലാവരും ഇങ്ങനെ അവരുടേതായ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അതിനിടയ്ക്ക് അവരോടൊപ്പം ഒഴുകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരാളുടെ സൗഭാഗ്യം. അത്രയേ ഉള്ളൂ.